ചേട്ടാ നമസ്കാരം ചേട്ടാ. പേരെങ്ങനെയാ? എൻ്റെ ശശി. ഏലിയാമ്മ ചേച്ചി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. കുഞ്ഞുവണ്ണെന്നാണ് പറയുന്നത്. അതെ അല്ലേ, കുഞ്ഞുവണ്ണെന്നാണ് പറയുന്നത്. ഈ വഴിയായിരുന്നോ ഈ ലോട്ടറി വിൽക്കാനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നേ? ഇതിലാ കൂത്താട്ടോളത്തെ ടൗണിലൊക്കെ. അതെ, കാണുമ്പം മിണ്ടാറുണ്ടായിരുന്നോ? അതെയാ, എന്താ ചോദിക്കുന്നത്? എന്തോ ഇവിടെ മിക്കവാറും വരുമ്പോൾ ഇവിടെയൊക്കെ വരുവാണ്. ഇവിടെ വീട്ടിൽ വരുമായിരുന്നോ? ചേച്ചിയൊക്കെ ആയിട്ട് കൂട്ടായിരുന്നോ? എന്താ അങ്ങോട്ട് പോകാം, ബാ അമ്മച്ചിയോടും ചോദിക്കാം. ബാ ബസ്സിക്ക്. അതെ, ഇങ്ങോട്ടൊന്ന് വരാവോ പയ്യെ? അടക്കാൻ പറ്റിയില്ല. അല്ല കുഴപ്പമില്ല, ഞങ്ങളെ പട്ടിയൊന്നും ഉപദ്രവിക്കില്ല. ബാ, പട്ടീനെ ഉപദ്രവിക്കില്ല. എന്നടാ? അത് കുഴപ്പമില്ല. എന്നടാ വാലാട്ടുവാ. അമ്മച്ചി പേരെങ്ങനെയാ അമ്മച്ചി? എൻ്റെ പേര് സരോജിനി അല്ലേ? കുഞ്ഞുമോളെന്നാ ഇവിടെ വിളിക്കുന്നത് അല്ലേ? ആരെന്നെയാ? അല്ല, കുഞ്ഞുവണ്ണ. കുഞ്ഞു പെണ്ണെന്നാണ് വിളിക്കുന്നത്. ഉദ്യപ്പാറ കുഞ്ഞുവണ്ണ. അതെ അല്ലേ? കാണുമ്പം മിണ്ടാറൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ ഇവിടെ വന്ന് ഒത്തിരി ആളൊക്കെ ഇരിക്കുകയും ഞങ്ങൾ വർത്താനം പറയുകയും ആഹാരം കഴിക്കുകയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാ കാണാതെ പോയത്? കാണാതെ പോയിട്ട് ഇപ്പോൾ 5-8 കൊല്ലം ആയിട്ടുണ്ട്. നാട്ടുകാരൊക്കെ എന്താ പറയുന്നത്? നാട്ടുകാർ ഇവിടെയും കാര്യമൊന്നും പറയുന്നില്ല. അത് ഈ കാണാതെ പോയതിനെ സംബന്ധിച്ച് ഇവിടെ നാട്ടിൽ എന്താ സംസാരം? ഇങ്ങനെ പോകുമായിരുന്നു ചന്തയ്ക്കൊക്കെ ആയിട്ട് പോയിട്ട് ചിലപ്പോൾ തലേദിവസം പോയി പിറ്റേ ദിവസം വരും. അങ്ങനെയൊക്കെ ആയിരുന്നെന്നാണ് പറഞ്ഞ കേട്ടത്. അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവിടെ 2 ആണുങ്ങളുണ്ട്. പിന്നെ 2 ഒന്നാ, ഒരാണും ഒരു പെണ്ണും. 2 ആണും ഒരു പെണ്ണും ആണ്. ഈ കുഞ്ഞു പെണ്ണിന്റെ ഒരു മോന് സുഖമില്ലാതെ കിടപ്പുണ്ടല്ലേ? എന്നാ പറ്റിയത്? അതെന്നാ പറ്റിയെന്ന് ഞങ്ങൾക്ക് യാതൊരു അറിവില്ല. ജന്മനെ ഉള്ളതാണോ? നേരത്തെ സുഖം ആറിനാ കിടക്കണേ. ആശുപത്രിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന. അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ കുഞ്ഞു പെണ്ണിന്റെ കഴുത്തേലും കാതയിലൊക്കെ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? സ്വർണ്ണമൊന്നും കാര്യമായിട്ടില്ല. മാലയൊക്കെ ഉണ്ടായിരുന്നോ കഴുത്തേല്? മാലയിൽ ഈ വരവുമാല, ഇവിടുന്ന് പോകുമ്പോൾ ഈ വരവുമാലയൊക്കെ കഴുത്തേ കിടന്നത്. കമ്മലൊക്കെ ഉണ്ടായിരുന്നോ? കമ്മല് 2 കാതിലേറ്റ് ഉണ്ടായിരുന്നു. വളയുണ്ടായിരുന്ന കയ്യേല്? വളയൊന്നുമില്ല. വളയൊന്നുമില്ല. സാമ്പത്തികം വല്ലതും ഉണ്ടായിരുന്നോ? അക്കൗണ്ടിൽ വല്ലതും സാമ്പത്തികം വല്ലതും ഉണ്ടായിരുന്നോ? അതെനിക്ക് അറിഞ്ഞൂടാ സാറേ. സാമ്പത്തികമായിട്ട് വല്ലതും കയ്യിലുള്ളതായിട്ടോ എന്തെങ്കിലും? ഒന്ന് എന്നെ വല്ല കൂലിപ്പണിക്കൊക്കെ പോകണ്ടായ പോയെങ്കിലേ വല്ലേ ഉള്ളൂ. അതായത് അങ്ങനെ ഈ ചന്തയ്ക്ക് പോകും. അപ്പൊ വൈകുന്നേരം വരും. ഇതെങ്ങനെയാ ഇത്? അങ്ങനെയായിരുന്നു. ഈ നാട്ടുകാരെന്നാ പറയുന്നത്? ഇതെങ്ങനെ പോയി എന്താ സംഭവിച്ചെന്ന് ഒന്നും പറയുന്നില്ല. ഇവിടെ ഇങ്ങനെ പോകാറ് പതിവുള്ളതാ. എത്ര വയസ്സുണ്ടായിരുന്നു കാണാതെ പോകുമ്പോൾ? കാണാതെ പോകുമ്പോൾ ഒരു 40-45 വയസ്സുണ്ട്. 45 വയസ്സുണ്ടായിരുന്നുള്ളൂ? അത്രേ ഉണ്ടായിരുന്നു, ഒരുപാട് വയസ്സൊന്നും ഇല്ല. എന്താ കാണുമ്പോൾ ഇവിടെ വന്ന് എന്തൊക്കെയാ ഒത്തിരി വർത്തമാനം പറയുന്ന ആളായിരുന്നോ? ഞങ്ങൾ ഈ കൂട്ടുകാരായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ സമയം പോകാൻ വേണ്ടി അവളോട് വന്നിരിക്കും. പിന്നെ ആഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കുന്നതിൽ ഒരു ഞങ്ങൾ കഴിച്ച് മുറുക്കി അങ്ങ് പോവുക അവള്. അങ്ങനെയാണ്. ലോട്ടറി കച്ചവടമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അതെനിക്ക് അറിഞ്ഞുകൂടാ സാറേ. ഇവിടുന്ന് പോകുമ്പോൾ ഒരു ലോട്ടറി കച്ചവടം ഇല്ല. ഇവിടുന്ന് പോകുമ്പോൾ ലോട്ടറി ഇല്ല. ഇവിടുന്ന് പോകുമ്പോൾ ലോട്ടറി കച്ചവടം ഇല്ല? ഇല്ല. എന്തായിരുന്നു ജോലി? ബ്രോക്കറാണ്. കല്യാണ ബ്രോക്കറായിട്ട്. ലോട്ടറി ആയിട്ട് നടക്കുന്നൊന്നും കണ്ടിട്ടില്ല? ഇല്ല. ഈ കൂത്താട്ടോളം സ്റ്റാൻഡിൽ കൂടെ ഒക്കെ ലോട്ടറി വിറ്റുകൊണ്ട് നടപ്പുണ്ടെന്നൊരു സൂചന കിട്ടിയതാണ് ചോദിച്ചത്. അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അറിയത്തില്ല. ബ്രോക്കർ അങ്ങനെ വസ്തു ബ്രോക്കർ ആയിരുന്നോ അല്ലെങ്കിൽ വിവാഹ ബ്രോക്കർ ആയിരുന്നോ? ഒന്നുമില്ല, ബ്രോക്കർ കച്ചവടം ഒന്നുമില്ല. ആളെ കല്യാണ ബ്രോക്കർ മാത്രം. എല്ലായിടത്തും ഇറക്കം കാണാനോ പെണ്ണ് കാണാൻ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഈ നാട്ടിലൊക്കെ പലർക്കും കല്യാണമൊക്കെ നടത്തി കൊടുത്തിട്ടുണ്ടോ? അവിടെ എങ്ങാണ്ട് 1-2 പേർക്ക് 2-3 പേർക്ക് നടത്തി കൊടുത്തെന്ന് എനിക്ക് തോന്നണേ. അതെ അല്ലേ? എന്നെ അകലേക്കായിരുന്നു പോക്ക്. കൂടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സഭാഷണം വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ല.